ഞങ്ങൾ ഇന്ന് ലുലു PVR ഒരു സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കാണാനായിട്ട് പോവാണ്. കറക്റ്റ് ടൈമിൽ തിയേറ്ററിലെത്തി സിനിമ തുടങ്ങി. കുഞ്ചാക്കോ ബോബൻ്റെ ഓഫീസർ. മൂവി ഹെവി തീമാണ്. ഒന്ന് റിലാക്സ് ആവാനായിട്ട് പാരഗണി കയറി. മൂവി കുറച്ചൊരു ടെൻഷൻ മൂവിയായിരുന്നു. ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. കഴിക്കുന്നതിനിടയ്ക്ക് സിനിമയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സിനിമ അങ്ങനെയൊന്നും പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോകില്ല. കുഞ്ചാക്കോ ബോബൻ്റെ കിഡു അഭിനയമായിരുന്നു. അതുപോലെ തന്നെ കൂടെയുള്ളവരും കട്ടയ്ക്ക് നിന്നു. ചിക്കൻ ബിരിയാണിക്ക് ശേഷം ഞങ്ങളൊരു ഫിഷ് ആൻഡ് ചിപ്സ് ഓർഡർ ചെയ്തു. പിന്നെ കുനാഫ നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതധികം സ്വീറ്റ് അല്ല, പിന്നെ ചീസ് ഉണ്ട് ഇതിൻ്റെ കൂടെ. ഇന്നെന്തോ മൂവി കഴിഞ്ഞ് ഞങ്ങൾ പാരഗണിൽ ചെല്ലുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ ഭയങ്കര വെയിറ്റിംഗ് ആയിരിക്കും. ഇന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സീറ്റ് കിട്ടി. അവസാനം ഒരു ലെമൺ ജ്യൂസ് കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഹൈപ്പർ മാർക്കറ്റിലോട്ട് കയറി. ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ആഷ്ലിക്കുള്ള ബിസ്ക്കറ്റും ഡോഗ് ഫുഡും ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാറുണ്ട്. ഇന്ന് നോക്കിയപ്പോൾ ഡ്രൂൾസിൻ്റെ പപ്പി ഫുഡ് മാത്രമേ ഉള്ളൂ, അഡൽട്ട് ഫുഡ് അവൈലബിൾ അല്ല. ആഷ്ലി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളും. അപ്പോൾ ഞങ്ങൾ 2 ചെറിയ പാക്കറ്റ് വാങ്ങിച്ചു. ബില്ലിങ്ങിലെത്തിയപ്പോൾ ജെന്നയ്ക്ക് കിൻഡർ ജോയ് വേണം. അതിനകത്ത് ഹാരി പോട്ടർ ഫങ്കോപ്പോ ഉണ്ട് പോലും. ഇപ്പോഴും കിൻഡർ ജോയ് വേണമെന്ന് പറയുന്ന ടീനേജേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോന്നു. ഇന്ന് രാവിലെ ബൈപ്പാസിൻ്റെ സൈഡിലുള്ള ജയലക്ഷ്മിയുടെ ഇനാഗുറേഷൻ ആയിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ അവിടേക്കൊന്ന് കയറി. സ്റ്റാർട്ടിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയുള്ള സൽവാർ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസിലേക്കാണ് ആദ്യം പോയത്. ഇതൊരു സോഫ്റ്റ് സെമി സിൽക്ക് മെറ്റീരിയലായിരുന്നു. ഒരു ചിക്കൻകാരി വർക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 760 അടുത്തായിരുന്നു. അടുത്തത് സെമി സോഫ്റ്റ് ടിഷ്യൂ സിൽക്കാണ്. ഒരു ഫ്ലോറൽ പ്രിൻ്റോട് കൂടി യോക്കിൻ്റെ സൈഡിൽ കുറച്ച് വർക്കൊക്കെ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അടുത്തതും ഞാൻ എടുത്തത് ഒരു സോഫ്റ്റ് സിൽക്കാണ്. യോക്കിൻ്റെ അവിടെ എംബ്രോയിഡറി വർക്കുള്ളതാണ്. ഷോള് നെറ്റിൻ്റെയാണ്. ഇതിന് ഒരുപാട് കളർ ചേഞ്ചസ് ഉണ്ട്. ബ്ലൂ ഉണ്ടായിരുന്നു, ഗ്രീൻ ഉണ്ടായിരുന്നു, ഒരു പീച്ച് കളർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വെച്ച് നോക്കുന്നത് ഞാൻ ആദ്യം കാണിച്ചു തന്ന സോഫ്റ്റ് സിൽക്കിൻ്റെ മെറ്റീരിയലാണ്. ഇതിൻ്റെ ഷോളും മെറ്റീരിയലും എനിക്ക് കളർ മാച്ച് ചെയ്യുമെന്നുള്ളത് മിററിൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്തതാണ്. അതിനുശേഷം ജെന്നയ്ക്ക് ഡ്രസ്സ് എടുക്കുന്നതിനായി ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ജെന്നയ്ക്ക് ഇഷ്ടപ്പെട്ട ഫ്രോക്ക് ഇതാണ്. ബില്ലൊക്കെ അടിച്ച് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു കോഫി കിട്ടി. ഞങ്ങളത് കുടിച്ചിരിക്കുകയാണ്. പിന്നെ വീട്ടിലേക്ക് പോകാനായി ഇറങ്ങിയപ്പോൾ ജയലക്ഷ്മിയുടെ മീഡിയ ക്രൂ വന്നു. അവർക്ക് അവരുടെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ബൈറ്റ് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ആദ്യം ഒന്ന് ശങ്കിച്ചു, പിന്നെ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട്. പ്രൈസൊക്കെ റീസണബിളായിട്ടാണ് തോന്നിയത്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ നവ്യ ബേക്കറിയിലേക്കാണ് പോയത്. കാരണം ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നല്ല ക്ഷീണമുണ്ട്. ഉച്ചയ്ക്ക് പാരഗണിയിൽ നിന്ന് ഫുഡ് കഴിച്ചു. വൈകുന്നേരം എന്തെങ്കിലും ചായയും സ്നാക്സും കഴിക്കണം. അവിടുത്തെ ഓസ്തിക്കൊഴലപ്പം, അലുവ, വട്ടയപ്പം, അച്ചപ്പം, ചക്കട ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ ഫാർമസിയിലേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് സപ്ലിമെൻറ്റ്സ് വാങ്ങാനുണ്ടായിരുന്നു. നമ്മൾ ഇടയ്ക്ക് മൾട്ടിവിറ്റമിൻസ്, കോഡ് ലിവർ ഓയിൽ, വിറ്റമിൻ D ടാബ്ലറ്റ്സ് എടുക്കുന്നത് നല്ലതാണ്. ബ്ലഡ് ചെക്ക് ചെയ്ത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇതൊക്കെ കഴിക്കാവൂ. അവിടുന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. ഒരു സ്ട്രോങ് ചായ കുടിക്കണം. അങ്ങനെ ഇന്നത്തെ ഔട്ടിംഗ് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.